ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, അങ്ങനെ വീണ്ടും ഞാൻ ബാങ്കോക്കിലാണ്. എന്താണെന്നറിയില്ല, ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ തൊട്ട് ബാങ്കോക്ക് വിസിറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ എനിക്കിപ്പോൾ കിട്ടാറുണ്ട്. ഞാൻ ഒരു പ്രൊമോഷൻ വർക്കിന്റെ ഭാഗമായിട്ട് വന്നാണ്. പക്ഷെ ഒറ്റ ദിവസത്തെ ആവശ്യമുള്ളൂ. പിന്നെ എന്തായാലും മഞ്ഞല്ലേ, വരുമ്പോഴത്തേക്ക് എന്തായാലും ഒരു 3-4 ദിവസം നിന്നിട്ട് വേണം പോകാൻ എന്ന് വിചാരിച്ചിട്ട് ഒരു 3-4 ദിവസത്തേക്ക് ഞാൻ ഹോട്ടൽ ബുക്ക് ചെയ്തു. അടിപൊളിയാണ് ഗൈസ്, ഒരു രക്ഷയില്ല, കിട്ടില്ല. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ എത്തിയപ്പോഴത്തേക്കും ഒരു വേറെ ഹോട്ടലാണ് ഞാൻ സ്റ്റേ ചെയ്തത്. അതൊരുമാതിരി ഞാൻ നല്ല റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പോയി സ്റ്റേ ചെയ്തതാണ്. പക്ഷെ വൺ ഷോക്ക്. ഇവിടെ സുഖംപേറ്റിലാണ് ഞാൻ ഹോട്ടൽ എടുത്തത്. അവിടെ വൺ ഷോക്ക് എന്ന് പറഞ്ഞാൽ ഈ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കും ഒരുമാതിരി ഓയോ റൂം പോലെ ഇരിക്കും. എന്റെ മനസ്സ് ചത്തുപോയി. ഞാൻ പിന്നെ എടുത്തു പോലും ഒരു 1 ഡേ പേയ്മെന്റ് ചെയ്തും പോയി. ഞാൻ പിന്നെ അവിടെ തന്നെ കിടന്ന് ഇറങ്ങി അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഇന്ന് അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് എന്നിട്ട് ഞാൻ അവിടെ ഇന്നുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ആയിട്ട് ഒരു ഹോട്ടൽ അംബാസിഡർ എന്ന് പറഞ്ഞിട്ട് ഒരു കിഡിലൻ ഹോട്ടലുണ്ട്. അങ്ങനെ ഇവിടെ വന്നു. ഇപ്പൊ അംബാസിഡർ ഹോട്ടലാണ് നിൽക്കുന്നത്. അപ്പൊ ഞാനാണെങ്കിൽ ഇവിടെ ഒരു ചെക്ക് ഇൻ ടൈം 2 o'clock ആണ്. അപ്പൊ ഈ 2 o'clock ടൈം മാറായപ്പോഴത്തേക്ക് നമ്മളെ ഈ എയർപോർട്ടിലൊക്കെ ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കില്ലേ, ക്യൂ നിൽക്കില്ല, അതേപോലെ വലിയ ക്യൂ. എന്റെ പൊന്നെ, ഞാൻ വിചാരിച്ചത് എന്തിനും ഇങ്ങനെ ക്യൂ എന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ എന്താ, ഈ ഹോട്ടൽ അത്രയധികം നല്ല റിവ്യൂ ഉണ്ട്. ആ റിവ്യൂ ഉള്ളതുകൊണ്ടിട്ടാണ് വരുന്ന ആൾക്കാർ കംപ്ലീറ്റ് ഈ റിവ്യൂ എല്ലാം കണ്ടിട്ട് നേരെ ഈ ഹോട്ടലാണ് കൂടുതൽ ആൾക്കാർ ബുക്ക് ചെയ്യാറ്. ഫാമിലീസ് ആണെങ്കിൽ എല്ലാവരും കിട്ടില്ല ഹോട്ടലാണ്, ഒന്നും പറയാനില്ല, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പൊ ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹോട്ടലിന്റെ ഈ റൂമിന്റെ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പൊ ഞാൻ ആദ്യം കാണിക്കാം ചെറിയൊരു റൂം ടൂർ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് പോവാം. യെസ് ഗൈസ്, അപ്പൊ റൂമിലേക്ക് കയറി നമ്മുടെ റൂം ലോക്ക് ചെയ്താൽ നേരെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡില് കിട്ടിലൻ ഒരു വാഷ്റൂം കാണാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂം അല്ലേ. അപ്പൊ ഇവിടെ ബാത്തബൊക്കെ ഉണ്ട്. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ്. പുതിയത് പണിതിട്ടേക്കണ പോലെ ഉണ്ട്. അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സ്റ്റേ. പിന്നെ നേരെ ഓപ്പോസിറ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നേരെ ഓപ്പോസിറ്റ് വരുമ്പോൾ നമ്മളെ ഡോർ ക്ലോസ് ചെയ്യാം. ഇവിടെ ആയിട്ടൊരു വാർഡ്രോബ് ഉണ്ട്. ഇവിടെ നമ്മുടെ എന്താ പറയാ, നമ്മൾ ഇതേപോലെ ഹോട്ടലൊക്കെ വരുമ്പോൾ അവരുടെ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു കോമഡി ആയിട്ട്. പ്രമാണിമാരുടെ കോട്ടൊക്കെ ഉണ്ട്, കുളിച്ച് ഡബ്ബയിലൊക്കെ കുളിച്ചിട്ട് കിടാൻ വേണ്ടി. ഓക്കെ, അവിടെ ലോക്കർ ഉണ്ട്. സോറി, എൻ്റെ അടുത്ത് ഞാൻ വന്നപ്പോ തന്നെ ഇതെല്ലാം എടുത്ത് ഇങ്ങനെ കിട്ട് അതും മാറ്റാൻ മറന്നുപോയി. സോറി. അവിടെ ലോക്കർ ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ കയറുമ്പോഴുള്ള എൻട്രൻസിന്റെ അവിടെ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ, റൈറ്റും ലെഫ്റ്റുള്ള വിശേഷങ്ങൾ. അവിടുന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഈ ഒരു പോർഷൻ. ഇവിടെ നമ്മുടെ വന്നിട്ടുണ്ടെങ്കിൽ ലഗേജ് വെക്കാൻ വേണ്ടിയുള്ള സ്റ്റാൻഡ്, നമ്മുടെ ഇവിടെ TV, ഇവിടെ ഒരു മിറർ, പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജിന് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ടേബിൾ പോലൊരു സംഭവമുണ്ട്. നമ്മുടെ കോഫി കാര്യങ്ങളൊക്കെ കിറ്റില് ഇവിടെ ഒരു ചെറിയൊരു സോഫ സെറ്റ് ആൻഡ് ചെറിയൊരു ടീപ്പോ. പിന്നെയാണ് നമ്മുടെ ബെഡ്റൂം. മോനപ്പൊളി കൊള്ളാം, നല്ല കിടിലൻ ബെഡ്റൂമാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. പ്രത്യേകം പറയാനുള്ളത് നീറ്റ് ആൻഡ് ക്ലീൻ എന്നാണ്. ഞാൻ ഈ മറ്റേ ഹോട്ടലിന്റെ ഈ ഓയോ റൂം പോലെ ഇരിക്കണതിന്റെ അങ്ങനെ പറയാൻ തന്നെ റീസൺ എന്താണെന്ന് അറിയാലോ നിങ്ങൾക്ക്. ഒരു നീറ്റ്നെസ് ഉണ്ടല്ലോ, മഞ്ഞ കളറായിരിക്കും. പക്ഷെ നമ്മൾ ഇത്തിരി കൂടെ നല്ല ഹോട്ടലിൽ എടുക്കുമ്പോഴത്തേക്ക് ഇതേപോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ തന്നെ നല്ല ഒരു തൃപ്തിയായിരിക്കും മനസ്സിന്. അപ്പൊ ഇനി ഇവിടുന്ന്, അതായത് 24ാമത്തെ നിലയുണ്ട്, ഇവിടുന്ന് നമുക്ക് ഇവിടെ ബാൽക്കണി ഇങ്ങോട്ടുള്ള വ്യൂ നമുക്ക് നോക്കാം. മോനെ കണ്ട വേറെ ലെവല്, അടിപൊളി വ്യൂ ആണ് ഗൈസ്. ചുമ്മാ ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കാം, അത്ര അടിപൊളി വ്യൂ ആണ്. നമ്മൾ ഇവിടുന്ന് തന്നെ നോക്കുമ്പോൾ തന്നെ ഈ താഴത്തേക്കുള്ള എന്റെ ക്യാമറ അത് മേടിച്ച് താഴത്തേക്കുള്ള ഇതൊക്കെ കാണാം. അവിടെയൊക്കെ പൂളുണ്ട്. ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് നിങ്ങൾ കാണിച്ചു തരാം. ഈ താഴത്ത് വേറെ ഹോട്ടലിന്റെ പൂൾസ് ഒക്കെ ഇവിടെ നിന്ന് കാണാം. അതും ഒരു പൂളാണ്. പിന്നെ ഇത് അപ്പുറത്തും ഒരു പൂളുണ്ട്, അവിടെ വരെ സൂം പോകില്ല, അതും ഒരു പൂളാണ്. പിന്നെ ഇതിന്റെ മേളിൽ, ഈ ഹോട്ടലിന്റെ മേളിലും ഉണ്ട് കേട്ടോ വലിയൊരു പൂള്. ഞാൻ കയറി നോക്കിയിട്ടില്ല, കയറി നോക്കണം. പിന്നെ മെയിനായിട്ട് പറയാനാണെങ്കിൽ ഇവിടുത്തെ വ്യൂ ആണ്, കിടിലൻ വ്യൂ. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഇവിടുത്തെ റൂം ടൂർ.
റൂം വിശേഷങ്ങൾ. അപ്പോൾ അറിയാലോ, ഞാനിപ്പോ ഈ ബാങ്കോക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഫാമിലി മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം, വരുമ്പളേ വെറും കൈയോടെ വരണ്ട, എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് കൊണ്ടുവന്നോന്ന് പറയും. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നോന്ന് ഇന്നലെ രാത്രി ഒരു പറയാൻ തുടങ്ങിയേക്കണേ. അപ്പോഴത്തേക്കും ഇന്ന് ഞാൻ വിചാരിച്ച് പ്ലാറ്റിലെ മാളിൽ അങ്ങനെ പോയിട്ട് എല്ലാവർക്കും ഷോപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ സൈഗ് കുറച്ച് തടിച്ചിട്ടുള്ളതുകൊണ്ട്, തടി വെച്ചേക്കണോണ്ട് അവനിക്ക് പറ്റിയ, അവന്റെ ആ ഹൈറ്റിനും അവന്റെ വെയിറ്റിനും പറ്റിയ ഫിറ്റിങ്സ് ഉള്ള ഈ ഡ്രസ്സുകളൊന്നും അവിടെ ആയിട്ട് കിട്ടാറില്ല. ഏത് ഡ്രസ്സ് എടുത്തിട്ടുണ്ടെങ്കിലും അവന് തടിയായി പോവും, ടൈറ്റായി പോവും തടികൾ കൊണ്ടിട്ട്, സോറി. അപ്പം ഇവിടുന്ന് ഞങ്ങൾ അന്ന് ഫാമിലിയുടെ തായ്ലാൻഡ് വന്നപ്പോഴത്തേക്കും പർച്ചേസ് ചെയ്തതെല്ലാം അവന് കറക്റ്റ് ആയിരുന്നു, കുറച്ച് സ്റ്റൈലും ആയിരുന്നു, കറക്റ്റും ആയിരുന്നു. ഇപ്പൊ സൈക്കു തടിയൊക്കെ കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുഡൊക്കെ ഒരു 4 ദിവസമായിട്ട് ഡയറ്റിങ്ങിലാണ്. വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഫാസ്റ്റ് ഫുഡൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അല്ലാക്കറിയാം എന്താവുമെന്ന്. പിന്നെ സ്കൂളിലാണെങ്കിൽ നമ്മൾ സ്പോർട്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ ചേർത്തിട്ടൊക്കെ ഉണ്ട്. നോക്കാം. പിന്നെ പിള്ളേർ ഒരു പ്രായത്തിൽ തടി വെക്കും, ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും തടി കുറയും. ഇതൊക്കെ സ്വാഭാവികമാണ്. എന്നാൽ പോലും നമുക്കൊരു ടെൻഷൻ, മനസ്സിലായോ? ഈ തടി വെച്ച് ഓവറായി കയ്യിൽ നിന്ന് പോണ അവസ്ഥയിലൊക്കെ വരണ്ടല്ലോ എന്ന് വിചാരിച്ചു. കോള് വരുന്നുണ്ട് നമ്മുടെ. യെസ് മഷോ. യെസ് പറയപ്പെടുക. ഞാനിവിടെ വ്ളോഗ് ചെയ്തിട്ടിരിക്കുന്നത്, റൂമൊക്കെ കാണിച്ച് വ്ളോഗ് ചെയ്യണമെന്ന്. ഈ വ്ളോഗിലാണ് നീ, വ്ളോഗിലാണ് നീ. പേടിക്കണ്ട, ഡിസ്പ്ലേ അടിച്ചിട്ടില്ല. ഞാനിങ്ങനെ റൂമൊക്കെ കാണിച്ചിട്ട് വ്ളോഗ് ചെയ്യണമെന്ന്, ഇവിടുത്തെ വിശേഷം കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് പ്ലാറ്റിനം ഫാഷൻ മോളിലൊക്കെ പോകണം. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയണ്ടായിരുന്നു, ഇവിടെ വരുമ്പോഴത്തേക്കാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർക്കൊക്കെ കറക്റ്റ് നല്ല അടിപൊളിയായിട്ടുള്ള കോസ്റ്റ്യൂമൊക്കെ കിട്ടുന്നത്, സ്റ്റൈലിഷ് ആയിട്ടുള്ള കോസ്റ്റ്യൂം കിട്ടണം. പിന്നെ അല്ലെങ്കിൽ ചൈന പോകണം. ചൈന പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവൽ കോസ്റ്റ്യൂംസ്. ചൈന പ്രാവശ്യം പോകണം. ചൈന ഇതുവരെ പോയിട്ടില്ല, പോകണം. അങ്ങനെ എന്റെ വ്ളോഗില് മഷു അങ്ങനെ ബാങ്കോക്ക് തായ്ലാൻഡ് വന്നു. പറ. അല്ല അങ്ങനെയല്ല, എന്റെ കൂടെ ഇപ്പൊ വന്നു. ക്യാപ്ഷൻ കൊടുക്കാമല്ലോ ഇനി. സുഹാനെ കൊണ്ടാണ്ട് മഷൂറാനെ മാത്രമായിട്ട് ബഷീറായും ബഷീർ കൂടെ തായ്ലാൻഡ് ബാങ്കോക്ക് വല്. ക്യാപ്ഷൻ മാത്രം കണ്ടിട്ട് തെറി പറയാൻ വേണ്ടി കുറെ ആൾക്കാർ വരില്ലേ. ഞാൻ എന്താ പറയുന്നേ അറിയോ, എന്താ പറയാൻ കൊളക്കിയത് നേരത്തെ വാശി പിടിച്ചല്ല നിങ്ങൾ കൊളക്കിയപ്പോ ഞാൻ ചോദിച്ചില്ല, അത് ഉറക്കം വന്നിട്ട് ഇപ്പൊ ഉറക്കി. കുറച്ചു നേരത്തെ മുമ്പ് ഞാൻ വീഡിയോ കോൾ ചെയ്തപ്പോഴത്തേക്കും ഭയങ്കര വാശി, പുറത്തിറങ്ങണം അവൻ എന്തൊക്കെയാണ്. എന്നിട്ട് അവന്റെ അടുത്ത് ചോദിക്കണം ഉമ്മി തല്ലിയാ നിന്നെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ സൈക്കോ ഉമ്മയല്ലേ, ഞാൻ തല്ലാറൊന്നും. ഞാൻ ചോദിക്കാം എന്ത് പറ്റിയ ബ്രൂ, എന്ത് പറ്റി, ഉമ്മി തല്ലിയാ നിന്നെ? ഞാനേ സൈക്കോ ഉമ്മിയല്ല വെറുതെ തല്ലാൻ വേണ്ടി എന്നൊക്കെ. എന്നിട്ട് ഞാൻ അടിക്കാറൊന്നുമില്ല, അത് ഉറക്കം വരുമ്പോ അങ്ങനെ ആക്കും വാശി പോലെ. ഉറക്കി. ഓക്കെ എന്നാ നിങ്ങൾ വ്ളോഗ് ഒക്കെ എടുക്കുക, എനിക്ക് കുറച്ച് ക്ലീനിങ് ഒക്കെ ഓക്കെ. എന്റെ വ്ളോഗിൽ നിന്നൊന്ന് കാണിക്കണം. ഓക്കെ വെയിറ്റ് 1 സെക്കൻഡ്. ഇതാണ് നമ്മള് പെർമിഷൻ ചെയ്തിട്ട് പെട്ടെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ അടുത്ത് ചോദിക്കട്ടെ എന്തിനാ എങ്ങനെ കാണിച്ചത്? ഷോളൊന്നും ഇല്ലാണ്ട് വീട്ടിൽ നിക്കണല്ലോ, അവിടെ എന്തോ ക്ലീനിങ്ങിൽ എന്തോ. ഓക്കെയാണോ? നമ്മളെ ഒരു ബേസിക് മാനേഴ്സ് എന്ന് പറയുന്നത് അങ്ങനെ, നമ്മൾ ആരോടായാലും ഒരു പെർമിഷൻ നമ്മൾ ചോദിക്കണം. ഹലോ, ആ മാനേഴ്സ് ഒക്കെ നിന്നെക്കാട്ടും കൂടുതൽ എനിക്കുണ്ട്. അല്ല നിനക്കതില്ല, കറക്റ്റ്. ഞാൻ പറയട്ടെ കംപ്ലീറ്റ് അങ്ങനെ, എനിക്കതില്ലാത്തോണ്ടാണ് നിങ്ങൾ ഏതൊക്കെ കോളത്തിലിരിക്കുമ്പോ ഞാൻ ഒന്നും ചോദിക്കൂല. ഞാൻ വല്ല കോലത്തിൽ ട്രൗസറൊക്കെ ഇട്ട് വീട്ടിലേക്ക് നിൽക്കണ ഒറ്റടിക്ക് ഞാൻ പറയണ്ടേ. ഓക്കെയാണോ? ബാക്ക് ക്യാമറ അല്ല, ഫ്രണ്ട് ക്യാമറ വേണ്ട, ബാക്ക് ക്യാമറ കാണിച്ചിട്ട് എന്താ ഇത്? ക്യാമറക്കുള്ളി ക്യാമറ. അങ്ങനെ അതെ. ആക്ച്വലി എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഇന്നത്തെ ഡേ തന്നെ പോയി എന്നാ ഞാൻ വിചാരിച്ചത്. ബട്ട് ഇപ്പൊ ഞാൻ ഒരു മെഡിസിൻ ഒക്കെ കുടിച്ചിട്ട് ഓക്കെ നാവും. Getting all right. ഈ ഗേൾസിന് സാധാരണ മാസത്തിലുണ്ടാകുന്ന പ്രോബ്ലം അത് കണ്ട, അല്ലെങ്കിൽ ആൾക്കാർ എന്ത് പറ്റി മഷൂദൊക്കെ എന്ത് പറ്റി? സ്റ്റൊമക് പെയിൻ, ഭയങ്കര ക്രാംസ് ആയിരുന്നു ഈ പ്രാവശ്യം. സോ ദാറ്റ്സ് ഓക്കെ. ഞാനിപ്പോ ടാബൊക്കെ കുടിച്ചിട്ടുണ്ട്. അത് ഒന്ന് ഉഷാറാകുമ്പോ തന്നെ എനിക്ക് പണിയുടെ ഓർമ്മ വരും. സോനു വാസ് ലൈക്ക് അവൻ കിടന്ന് ഉറങ്ങിയല്ലേടി, ഇനിയും കിടന്ന് ഉറങ്ങ അവന്റെ കൂടെ എന്ന് പറഞ്ഞു. അവൻ ഇല്ല എനിക്ക് പണിയുണ്ട്. ഓക്കെ, അങ്ങനെ ബാങ്കോക്ക് മഷൂവും വന്ന് എന്റെ നമ്മൾ രണ്ടുപേരും പൊളിച്ചടക്ക ബേബി. അതെ അതെ. കുറച്ചെടുത്ത് ഞാൻ സോനുവിനെ വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞുള്ളൂ കേട്ടോ. അതിന് ശേഷം റൂമിൽ വന്ന് ഫസ്റ്റ് 2 വീഡിയോ കോൾ ചെയ്ത് റൂമൊക്കെ കാണിച്ചിട്ടാണ്. എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല പക്ഷെ
അതെ വാച്ച് ആയിരുന്നു. അതെ. പിന്നെ ഞാൻ ഈ ബെഡൊക്കെ അലങ്കോലാക്കണതിന് മുമ്പായിട്ട് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ കുറച്ചൊക്കെ പിന്നെ ആ ചാടി അതിനകത്തൊക്കെ മേഞ്ഞ് മൊത്തം കൊളാക്കില്ല വെക്കുക. അപ്പൊ അതിന് മുമ്പ് ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കൂടെ കാണിച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ തന്നെ പോയിട്ട് ബർഗർ കിങ്ങിൽ പോയിട്ട് കിട്ടില്ല ബർഗർ കഴിച്ചു. ഞാന് ബർഗർ കഴിച്ചില്ല. എനിക്കും തോന്നുന്നു ബിരിയാണി വേണം. ബിരിയാണി അന്ന് ഓർഡർ ചെയ്തു എന്റെ എന്താ വർഷം സൂപ്പർ. അപ്പൊ ബർഗർ അടിപൊളി വന്നിട്ട് നല്ല സ്പൈസി ക്രിസ്പി ബർഗർ. ഞാൻ വിചാരിച്ചു ഇവിടെ തായ്ലാൻഡിന്റെ ബർഗർ ഷോക്ക് ഒരുക്കുമെന്ന് വിചാരിച്ചിട്ട് ഒരു ഡൗട്ടോടുകൂടിയ കയറിയത്. പക്ഷെ നല്ല കറുമുറ കിട്ടില്ല. നൈസ് നല്ല ഫ്രഷ് ഉണ്ടാവും. നല്ല ടേസ്റ്റ്. പിന്നെ ഒരു കോൾഡ് കോഫി അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോ ഈ ഇൻട്രോയും കൂടി എടുത്തത്. ഇവിടെ തന്നെ ഇൻട്രോ കൊടുക്കും. ഇപ്പൊ ഇൻട്രോ തന്നെ ഇപ്പൊ എന്റെ ഒരു 10-12 വിറ്റോളുണ്ട്. അപ്പൊ ഇവിടുന്ന് ഞാൻ ഷോപ്പിങ്ങിന് പോകാന്ന് വിചാരിച്ചു പ്ലാറ്റിനം മാളിലേക്ക്. അന്ന് നമ്മൾ പ്ലാറ്റിനം മാളിൽ ഷോപ്പിങ്ങിന് പോയപ്പോഴത്തേക്കും നമ്മള് നൈറ്റാണ് കാണിച്ചത്. ഹറിബറി ആയിട്ട് അതെ അവർക്ക് മിസ് ചെയ്ത് ഹറിബറി ആയിട്ട് നൈറ്റാണ് നമ്മൾ ഷോപ്പ് ചെയ്തത്. ഇന്നപ്പോ ഈ ഒരു ഡേ ടൈമിൽ തന്നെ സൗകര്യമായിട്ട് പോയിട്ട് അങ്ങോട്ട് ഷോപ്പ് ചെയ്തിട്ട് വരാന്ന് വിചാരിച്ചു. പക്ഷെ വേറെ പ്രശ്നമുണ്ട്, ഞാൻ ബാഗൊന്നും വേറെ എക്സ്ട്രാ എടുത്തിട്ടില്ല. അതാണ് ഇവർക്ക് ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് ഇവർക്ക് സൗകര്യം നല്ല ഇതെല്ലാം കൂടെ ചുമന്നിട്ട് ഞാൻ എങ്ങനെ ഇന്ത്യ എയർപോർട്ടിലേക്ക് പോകുന്നതായിരിക്കും. ഇന്നലെ സുനു പറഞ്ഞ കേട്ടായിരുന്നു ഡാഡാ പോയി വരുമ്പോ ഡാഡ ദൂരെ പോയി വന്ന ഫീൽ നമുക്ക് കിട്ടണം കേട്ടോ. അങ്ങനെ വേണം ഞാൻ ഔട്ട് ഓഫ് കൺട്രിക്ക് പോകുമ്പോഴത്തേക്ക് പോയി വന്ന ഫീലിംഗ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ വേണം വരാൻ. അപ്പൊ കൈ നിറയെ ബാഗ് നിറയെ സാധനങ്ങളായിട്ട് വന്നതാണ് പറഞ്ഞു വന്നത്. നൈസായിട്ട് തന്നെ സോപ്പിട്ടോണ്ടിരിക്കണ്ടെന്ന് അങ്ങനെ ഡയറക്റ്റ് ആയിട്ടല്ല. ഡാഡ പോയി വരുമ്പോ പോയി വന്ന ഫീൽ കിട്ടണം. അതന്നെ സോപ്പിട്ടോണ്ടിരിക്കണ്ടത് നല്ല സോപ്പാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പൊ നമുക്ക് ഇവിടുന്ന് നേരെ പ്ലാറ്റിനം മാളിലേക്ക് പോവാം. ഓക്കെ ഒരാൾ അവിടെ നിന്ന് ഓക്കെ ഗൈസ്. അപ്പൊ ഞാൻ പോകുന്ന വഴി തന്നെ ഷൂട്ട് ചെയ്യാം. ഗൈസ് അങ്ങനെ റൂമിൽ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ ചെയ്തു. ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഷോപ്പിങ്ങിന് വേണ്ടി പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നല്ല മഴ കഴിഞ്ഞപ്പോഴേക്കില്ല പാടി. പിന്നെ ചെറുതായിട്ടൊരു മടിയുമായിട്ട് മഴ കൂടെ പെയ്തപ്പോൾ പോണ വേണ്ടത്. പിന്നെ ഞാൻ വിചാരിച്ച് ഒരു ടുക്ക് എടുത്തിട്ട് അങ്ങോട്ട് മാളിലേക്ക് പോകാന്ന്. നൈസല്ലേ മഴയത്ത് ടുക്ക് പോകാൻ അടിപൊളിയായിട്ട്. പക്ഷെ ഇറങ്ങിയപ്പോ തന്നെ നല്ല ഫുള്ള് ബ്ലോക്കാണ്. കണ്ടില്ല അതിന്റെ ബാക്കിലൊക്കെ നിറയെ വണ്ടികളാണ്. ഫ്രണ്ടിൽ കാണിച്ചത് ഹെവി ബ്ലോക്കാണ്. എന്റെ ടുക്ക് ഓടിക്കുന്നത് ഒരു മുട്ടം ഫ്രീക്കനല്ലത്. ആടെ ഹെയർ സ്റ്റൈലൊക്കെ കിടും. പിന്നെ രസമാണ് ടുക്ക് യാത്ര. അതായത് തായ്ലാൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് ടുക്കില് നമ്മൾ അപ്പുറപ്പുറമൊക്കെ കറങ്ങാൻ പോകുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ വൈബാണ്. ഞാൻ പറഞ്ഞില്ലേ ഇവര് ഹെവി സൈലൻസറും ഡിഫ്യൂസറൊക്കെ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി നല്ല സൗണ്ട് ആയിരിക്കും. ഇതൊന്നല്ല കേസ്. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്ലോക്ക് മാറണം. ഈ ബ്ലോക്ക് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടുക്കിന്റെ പോക്ക് എന്താണ് നമുക്കൊരു ഐഡിയ കിട്ടും. പൊളി. പക്ഷേ എനിക്ക് ഈ ബ്ലോക്കിൽ ഞാൻ അല്ലെങ്കിൽ ടുക്ക് എടുക്കണ ശരിക്കും ടുക്ക് എടുക്കണ ഈ സൗണ്ടും ഇതിന്റെ അകത്തുള്ള പെർഫോമൻസ് നമുക്ക് അറിയാൻ വേണ്ടിയാണ്. കറക്റ്റ് ടൈമിൽ തന്നെ ഈ ബ്ലോക്ക് ഇടിക്കുമ്പോഴേ ഞാനിങ്ങനെ ആ ബ്ലോക്കില്ലാത്ത ടൈം ബ്ലോക്ക് മാറുന്നതിനെ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇതിനു മുമ്പ് ഫാമിലിയായിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ടുക്ടോക്കില് ഞങ്ങൾ യാത്ര ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് നമ്മൾ റീലായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നൈറ്റായിരുന്നു. അന്ന് ഇതുകൂടെ തന്നെ പ്ലാറ്റിനം മാളിൽ പോയിട്ട് ഫുള്ള് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ പോണത് ടുക്ടോക്കിലാണ്. അന്ന് ഇതുപോലെ നല്ല എൻജോയ് ചെയ്യാറുണ്ട്. പിന്നെ ഡേ ടൈമിൽ ഇതുപോലെ സിംഗിളായിട്ട് ഇരുന്നിട്ട് അപ്പൊ നമ്മൾ ഈ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ അവര് ഈ സ്പീഡ് എടുക്കുന്നതിനൊരു പരിധിയുണ്ട്. പക്ഷെ നമ്മൾ സിംഗിളായിട്ട് വരുമ്പോഴേക്ക് അവർക്കും കുറച്ച് കംഫർട്ടായിരിക്കും. മറ്റേ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അവർ ചിലപ്പോൾ ഒരുപാട് സ്പീഡ് എടുക്കില്ല. പക്ഷെ ഞാൻ ഇന്ന് അത്ര സ്പീഡ് പ്രതീക്ഷ കയറിയത്. പക്ഷെ നോക്കുമ്പോൾ നല്ല ബ്ലോക്ക്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞാൻ ബാക്കൊക്കെ ഒന്ന് ജസ്റ്റ്
ഞാനിവിടെ ചെരിഞ്ഞൊക്കെ കിടന്ന് എങ്ങനെ ഇരിപ്പ് കണ്ടില്ല ഞാൻ, അത് അപ്പം തന്നെ ക്യാമറ തിരിച്ചു ഇങ്ങനെയൊക്കെ കിടന്ന് ഷൂട്ട് ചെയ്യണത്. എനിവേ പൊളി, നല്ല വൈബ് എടുത്ത് വന്നത്. അപ്പോഴാണ് അടുത്ത ബ്ലോഗ് കിട്ടിയത്. എന്റെ മടിയിരിക്കുന്ന സാധനങ്ങൾ തന്നെ, ബാഗ് ഫുള്ള് എല്ലാ സാധനങ്ങളും ഒഴിവാക്കി കാലിയാക്കി എടുത്ത് മടിയിൽ വെച്ചേക്കണേ. കാരണം എന്താണെന്നറിയോ, എനിക്ക് ഒറ്റക്കായത് കൊണ്ടിട്ട് ഈ ഷോപ്പ് ചെയ്യുമ്പോഴത്തേക്കും എനിക്കിത് എന്താ പറയാ, കൈ പിടിച്ചോണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ ക്യാമറയും ഷോപ്പ് ചെയ്ത സാധനങ്ങളൊക്കെ. ഇതാകുമ്പോഴത്തേക്കും ഷോപ്പ് ചെയ്യണമല്ല അപ്പൊ ബാഗിലേക്ക് ഇട്ടിട്ട് തൂക്കിയാലോ, തോളത്ത് തൂക്കിയാൽ മതിയില്ല, വേറെ പ്രശ്നമില്ല. അവര് ഭയങ്കര വമ്മ പ്രതീക്ഷയിലെല്ലാവരും. ഞാൻ പോയി വരുമ്പോഴത്തേക്ക് ഹെവി ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് പൊളിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം, അവിടെ ചെല്ലുമ്പോഴത്തേക്കും എടുത്ത ഐറ്റംസ് പോലത്തെ എന്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ എടുക്കല് അധികം ഷോപ്പ് ചെയ്യാൻ കുറവായിരിക്കും. വെറൈറ്റീസ് ഒക്കെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഷുവറായിട്ട് ഞാൻ കുറച്ചധികം ഷോപ്പ് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മുമ്പ് പ്രാവശ്യം ഈ പ്ലാറ്റിനം മാള് കാണിച്ചത് അവരുടെ കളക്ഷനൊക്കെ കാണിച്ച് നൈറ്റ് അവിടെ ക്ലോസ് ടൈമിലാണ്. അപ്പൊ ഇന്ന് നമുക്ക് ഡേ ടൈമിൽ പോയി അവിടുത്തെ കുറച്ച് അധികം കാര്യങ്ങൾ കാണിക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും അടുത്ത് ചോദിക്കുമായിരുന്നു അത് എന്ത് പറ്റി, പിന്നെ പ്ലാറ്റിനം മാള് പിന്നെ ഡേ ടൈമിൽ നിങ്ങൾ ഷൂട്ട് ചെയ്തിടാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇട്ടില്ലല്ലോ എന്നൊക്കെ ഒരുപാട് മെസ്സേജുകൾ കമന്റ്സുകളൊക്കെ വരുമായിരുന്നു. ഇന്ന് എന്തായാലും ഞാൻ എല്ലാവരും പരാതി തീർത്തരും. ഫുള്ള് ഷൂട്ട് ചെയ്യാനാണ് എന്റെ പ്ലാൻ. വിളിക്കുന്നു അടിപൊളി രക്ഷയില്ല, നല്ലൊരു പൊളിയാണ് കുളിച്ചത്. മാർക്കറ്റ് ഗൈസ്, അങ്ങനെ നമ്മള് സ്ഥലത്തെത്തി. ഇതാണ് പ്ലാറ്റിനം ഷോപ്പിംഗ് മാൾ, ഫാഷൻ മാള് എന്ന് ഇതിനെ വിശേഷിപ്പിക്കും. അങ്ങനെ എൻട്രൻസിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. Thank you, brother. Nice drive. Thank you so much. അടിപൊളി. ഇവിടെ മഴയാറ് എല്ലാവരും ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട്. നമുക്ക് നേരെ അകത്തേക്ക് കയറാം. ഗൈസ്, അങ്ങനെ നമ്മളകത്തേക്ക് കയറി. കയറി വരുമ്പോൾ തന്നെ നല്ല നല്ല കളക്ഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല നല്ല അടിപൊളി ബാഗ് കളക്ഷൻസ് ഒക്കെ ഉണ്ട്. നല്ല തിരക്കുണ്ട് ഗൈസ്, നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട്. ഇതൊക്കെ നല്ല നല്ല കിടിലം ടോപ്പുകളൊക്കെ ഉണ്ട്.
അടിപൊളി.
Kalau mau aku mau ambil jaketnya bisa kakak mau LD. Mentoknya LD 130 kakak, ini cewek bisa pakai. Can wear ya, unisex. Unisex. Cowok cewek bisa pakai. Di sini cowok cewek bisa pakai. Ada warna hitam, ada warna merahnya. Merahnya juga oke guys. Merahnya juga oke. Harga cuma 750 aja. DP-nya cuma 300.000 aja, pengiriman dari Jambi. Ya, kalian kalau misalkan belum gajian, kalian bisa DP ke aku 300.000 aja, kalian udah dapetin jaket kayak gini. DP 300.000 aja loh. Karena kalau dari Cikarang masuk saja susah. Hai. Mari kita dugem guys. Ya saya yang masih pakai sudah kan? Baru sudah kalau dulu pakai baju itu. Wih keren deh. Mana ayu Pak? Jadi ini pelai. Buat kalian ya. Nggak ada duit di dompet ya untuk membeli pacar kalian cuma bakso atau tekwan atau pempek ya 100.000-an. Kalian kok pakai jaket ini pasti kalian dibilang anak orang kaya. Kenapa dia video ini? Kenapa dia gitu jadi ngapa ini? Orang bule itu. Nih legend kapan restock? Restock cuma ada ukuran M sama L ya kak. Kalau yang lain nggak ada ukuran. Ini bule. Sama apa lagi? Ini aku ini sebenarnya sama di video ini. Kita di video ini siapa? Ini anak aku kan ya, sama aku kan ya. Cuma aku nggak mungkin lah ya. Berapa mbak? Jangan kan? Yang mana deh, mbak? Bukan mbak ya. Pantai nih, mau tidak? Kau beli lah ini aku ini cocok. Jangan cocok misalnya apa ya? Kau beli nih Muhammad. Nama kamu? Kan ya, Rizal aja lah ya. 750. DP 300 nggak panas ya, ini premiumnya bro, premiumnya bro. Kami nggak ada jaket yang nggak banyak gambarnya. Ada jaketnya pakai hoodie juga, itu namanya jaket ke alam dayu, namanya bocor, hoodie. Mau? Ada jaket nggak mau ya? Baru live aku. Yang putih dipakai mami 99. Yang dipakai aku Cuma stoknya tinggal 15. Sok, ada sok juga tapi kaos yang dipakai aku cuma 299. 299.000 aja. Kakak nggak dapat ini, mentoknya paling jual itu tuh. Jual itu pun harganya cuma 320 kalau dijual lagi ya. Ini aku kasih harga 299. 299 kalau mau screenshot. Coba belakangnya mana? Tuh bajunya tuh. Ya kaosnya aja kayak gitu beda ya, sama ini 99 sama 299 beda dong, beda kelas. Kak jaketnya berapa warna? Ya, aku tuh tadi tuh beli ya. Aku lagi di Saya mau cari di
toko Oyen pun nggak ada ini. Kami spill yang nggak ada di Indo ini. Yang di patung sebelahnya warna merah, mau lihat Kak. Ini sayang, nah kalau ini dia kayak bumber. Iya, bumber. Apa sih? Bumber. Ini agak mahal gue, yang ini agak ya. Soalnya tebal dalamannya parasut. ഗൈസ് ഒരു രക്ഷയില്ല. ഇവിടെ നല്ല കിടിലൻ ട്രെൻഡി ഐറ്റംസ് ഒക്കെ ഉണ്ട്. നല്ല ട്രെൻഡി ജാക്കറ്റ്, ട്രെൻഡി ആയിട്ടുള്ള ഷർട്ടുകൾ, നല്ല ഹാഫ് സ്ലീവിലൊക്കെ. ഇതൊക്കെ ഞാൻ എടുത്താണ്ട, ഇതൊക്കെ ഞാൻ പർച്ചേസ് ചെയ്താണ്. നല്ല കളക്ഷൻ, ഒരു രക്ഷയില്ല. ആ ഡെനിമിലൊക്കെ തന്നെ കിട്ടില്ല, ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റം, നല്ല ട്രെൻഡ് ആയിട്ടുണ്ട്. നല്ല ഐറ്റംസ് ഒക്കെ ഒരുപാടുണ്ട്, നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. Nice. Sambil. Pokoknya yang tadi ini 815. Ingat. Kalian ingat jangan banyak. Ini kue reaksi lah tuh collection. Bukan Kak, yang warna abu di depan sebelah merah. Oke. Kaos. ഇവിടെ ജാക്കറ്റൊക്കെ എന്ന് പറഞ്ഞിട്ട് വേറെ ലെവല് ജാക്കറ്റുകളൊക്കെ ഉണ്ട്. Pink depan mana itu? Yang ini 700 ya, Beb. Yang ini tadi 700 ya. 700 ini. Ini 700. Iya, ini depan ini. Nah, ini kaos saya. Ini kaos mau. Ini kaos lebih Snoopy. കണ്ടില്ലേ, എൻ്റെ ബാഗ് ഫുള്ളായി. ഇനി ആ ബാഗിൽ സ്ഥലമില്ല. ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചത് ഇവിടുത്തെ ഇത്ര പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ. അതായത് ഒരു 100-ലൊരു 5% മാത്രമേ ഉള്ളൂ നിങ്ങളെന്നെ ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളൂ. ഇനിയും ഒരുപാടുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ. അത് നേരിട്ട് തന്നെ വന്ന് കാണേണ്ടി വരും, കാരണം അത്രയധികം ഉണ്ട്. ഷൂട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ എൻ്റെ ഷോപ്പിംഗ് നടക്കില്ല. അതുകൊണ്ടിട്ട് ഒരു പരിധി വരെ ഷൂട്ട് ചെയ്ത് പിന്നെ ഞാൻ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൊണ്ടുവന്ന ബാഗ് ഫുള്ളായി. അപ്പോൾ ഞാൻ ഒറ്റക്കായതുകൊണ്ടിട്ട് ഇനിയും ഷോപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടാസ്ക് ആവും, തിരിച്ചു കൊണ്ടുപോയാൽ എനിക്ക് 1 ടാസ്ക് ആവും. അതുകൊണ്ടിട്ട് ഷോപ്പിംഗ് പതുക്കെ സ്റ്റോപ്പ് ചെയ്യണം. ഞാൻ എന്തായാലും കുറച്ചും കൂടെ നിങ്ങളെ ഷൂട്ട് ചെയ്ത് കാണിക്കാം.
രക്ഷയില്ല, കിട്ടില്ല കളക്ഷനായിരുന്നു. എൻ്റെ ബാഗ് ഫുള്ളായിട്ട് എൻ്റെ തോള് വേരെടുത്തിട്ട് പോയി. ഞാനിങ്ങനെ അതാണ് ഒരു കൈ വെച്ച് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. നല്ല വേനുണ്ട്, നല്ല വെയിറ്റായി ബാഗ്. എനിക്കല്ല, ഞാനിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഞാനിത് എങ്ങനെ വീട്ടിൽ ചെന്നിട്ട് ഹോട്ടലിൽ ചെന്നിട്ട് ഞാൻ ഇത് എങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് ആലോചിച്ചാൽ എനിക്ക് ടെൻഷൻ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവന്ന എൻ്റെ ലഗേജ്, ഡ്രസ്സുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് ഇതും എല്ലാം കൂടെ കുത്തി ഇറക്കണ്ടേ. അപ്പോൾ ബാഗിൽ കയറാൻ ചാൻസ്, ഫുള്ള് ഐറ്റംസ് ബാഗിൽ കയറാൻ ചാൻസ് ഇല്ല. മിക്കവാറും പണിയാവും. സെപ്പറേറ്റ് ഒരു കവറൊക്കെ കെട്ടി ഞാൻ കയ്യിൽ പിടിക്കേണ്ടി വരും. ഞാൻ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഷോപ്പിംഗ് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഈ ഫുഡ് സ്റ്റോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. നല്ല ഫ്രഷ് ജ്യൂസ്, കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള ഷോപ്പുകളൊക്കെ ഉണ്ട്. അവക്കാഡോ ജ്യൂസ് ഉണ്ട് ഗൈസ്, നല്ല ഫ്രഷ് അവക്കാഡോ ജ്യൂസ് ഉണ്ട്. എന്തായാലും അവക്കാഡോ ജ്യൂസ് ഒരെണ്ണം കുടിക്കണം. ഞാൻ അപ്പോഴത്തേക്കും ജസ്റ്റ് നിങ്ങളെ ഷൂട്ട് ചെയ്ത് കുറച്ച് കാണിച്ചിട്ട് പോയിട്ട് എന്തെങ്കിലും കഴിച്ച് കുടിച്ച്. ഞാൻ മോനെ എന്തൊക്കെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, എന്തൊക്കെയോ റൈസ്, സ്ക്വിഡ് പ്രോൺസും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നല്ല കാണുമ്പോൾ തന്നെ നല്ല ഒരു ടേസ്റ്റ് ഫീൽ ചെയ്തിട്ട്. ഫ്രഷ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ടയർഡായി കണ്ടില്ലേ, ബാഗൊക്കെ ഫുള്ളാക്കി. ബാഗ് നിറച്ച് ധാരാളം ലൈറ്റായിട്ട് ഇങ്ങനെ അവിടെ നിന്ന് മറ്റേ ബീഫ് ഗ്രിൽ ചെയ്ത് കഴിച്ചു. പിന്നെ അവക്കാഡോ ജ്യൂസ് വന്ന പോലെ തന്നെ അതേപോലെ തന്നെ ടുക്കിലേക്ക് കയറി ഇരിക്കുന്നതാണ്. സ്വാഭാവികം ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ ചെറിയൊരു ഹാഫ് ഡേ ഒന്നും പറയാൻ പറ്റും ഇത് കാണിച്ചു. ഓക്കെ, അപ്പോൾ നല്ല ഷോപ്പിംഗ് ആയിരുന്നു. ഞാൻ അന്ന് എനിക്ക് നിങ്ങളെ കുറച്ചും കൂടെ കാണിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ടായിരുന്നു. അന്ന് നമ്മൾ വ്ളോഗ് ചെയ്തത് ആ ഒരു പരാതി എന്നാൽ പോലും ഞാനൊരു 5% മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. അതിവിടെ ഡയറക്റ്റ് വന്ന് ഷോപ്പ് ചെയ്യണം. എനിക്ക് അത് ഇനിയും ഒരുപാട്